ഇനി ചെയ്ത തെറ്റുകൾ ഏറ്റു പറഞ്ഞ് കീഴടങ്ങുക നിങ്ങൾക്ക് വഴിയുള്ളൂ. നിങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയി. വന്നു കയറിയ സ്ഥലവും മാറിപ്പോയി. ഇങ്ങനെ കുക്ക് ചെയ്ത കുറച്ച് കഥകളും എന്റെ മകളുടെ കുറ്റസമ്മതമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുപോകാമെന്നോ അറസ്റ്റ് ചെയ്യാമെന്നോ വല്ല ധാരണ മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിയേക്ക്. വ്യക്തമായ തെളിവുമായി വന്നാൽ പോലും ഞങ്ങളെ തൊടാൻ നിങ്ങൾക്ക് കഴിയില്ല. എന്റെ തറവാട്ടിലുള്ളവരുടെ സ്വാധീനം എന്താണെന്നോ പാരമ്പര്യം എന്താണെന്നോ നിങ്ങൾക്കറിയില്ല. എന്ത് സ്വാധീനം ഉണ്ടായാലും എത്ര പാരമ്പര്യം പ്രസംഗിച്ചാലും നിങ്ങൾ ചെയ്ത തെറ്റ് തെറ്റല്ലാതാവുന്നില്ല. ഒരു പാവം പെണ്ണിന്റെ ജീവിതം പിച്ചു ചീന്തി ഇല്ലാതാക്കിയിട്ട് പാരമ്പര്യം പറയുന്നു. നിങ്ങൾക്ക് തെളിവുകളല്ലേ കാണണ്ടേ? വിനീത ഇവിടെ അനുഭവിച്ചതിന്റെ കുറെ ഭാഗങ്ങൾ അവൾ എഴുതി കീറിക്കളഞ്ഞതിൽ പിന്നെയും ബാക്കിയുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ എല്ലാം നിങ്ങൾ കത്തിച്ചു കളഞ്ഞിട്ടും മുൻപ് എഴുതിയത് ഈ വീടിന്റെ പല ഭാഗങ്ങളിലായി കിടപ്പുണ്ടായിരുന്നു. സംഭവിച്ചത് എന്താന്ന് ഞാൻ പറയാം. വിനീതയ്ക്ക് അവളുടെ ഇഷ്ടങ്ങളോ അഭിപ്രായങ്ങളോ തുറന്നു പറയാനുള്ള ഒരു സ്വാതന്ത്ര്യവും ഈ വീട്ടിലുണ്ടായിരുന്നില്ല. അവള് മനസ്സിലുള്ളത് പലതും എഴുതി വെക്കുകയും മറ്റാരും കാണാതെ പലപ്പോഴും അത് കീറിക്കളയുകയും ചെയ്യുമായിരുന്നു. അവള് മരിച്ച ശേഷം വിനീത എഴുതി വെച്ചിരുന്നതെല്ലാം നിങ്ങൾ നശിപ്പിക്കാൻ ശ്രമിച്ചു. ഈ കീറിയ പേപ്പർ കഷ്ണങ്ങൾ വെച്ചാണോ നിങ്ങൾ തെളിവുണ്ടാക്കുന്നത്? ഒരു കേസ് തെളിയിക്കാൻ ഒരു പേപ്പർ കഷ്ണമൊക്കെ ധാരാളമാണ്. എങ്കിലും നിങ്ങൾക്ക് കുറച്ചുകൂടി തെളിവ് കാണിച്ചു തരാം. കിരൺ, ഈശ്വര, നീ ഫോണിൽ റെക്കോർഡ് ചെയ്യായിരുന്നു അല്ലേ? ആണെങ്കിൽ എടാ, അതിനകത്ത് എന്നാ സിമ്മൊക്കെ എടുത്ത് കളഞ്ഞേക്ക്. ഈ ഫോൺ എവിടെ കളയാനാമേ? ആ പറമ്പിലെ കാടിന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോയി കുഴിച്ചിട്ടേക്ക്. ഇനി അത് ആർക്കും കിട്ടരുത്. ശരി. ഇതും പോരാന്നുണ്ടോ? വിനീതയെ നിങ്ങൾ എന്താ ചെയ്തെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം. പറയട്ടെ.